Modicare morning friends, welcome to Modicare Malayalam. So ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. മോദിക്കെയറിൻ്റെ പെന്നെ പാസ്ത വൈറ്റ് സോസ് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. പാസ്ത ഒരു ഇറ്റാലിയൻ ഡിഷാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പാസ്ത ഇൻ വൈറ്റ് സോസും പാസ്ത ഇൻ റെഡ് സോസും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് പാസ്ത ഇൻ വൈറ്റ് സോസാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ റെഡ് സോസിൻ്റെ റെസിപ്പി ആയിട്ട് വരാം. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഹോട്ടലിൽ പോകാനോ കുട്ടികൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ ഒക്കെ നമുക്കൊരു ധൈര്യമില്ല. അപ്പം അവർക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ പാസ്ത. അത് മോദിക്കെയറിൻ്റെ പാസ്ത എന്ന് പറയുന്നത് വളരെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഇത് 100% ദുറം വീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാസ്തയാണ്. അപ്പം ഇപ്പം നിങ്ങൾക്കിപ്പോൾ മോദിക്കെയർ പാസ്തയല്ല, വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പാസ്തയാണെങ്കിലും മൈദ ബേസ് ഉള്ളത് ഒരിക്കലും എടുക്കരുത്. അത് ഒട്ടും ഹെൽത്തി അല്ല. അത് തന്നെയല്ല, ഈ ദുറം വീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും 100% ദുറം വീറ്റ് എന്നുള്ള പാസ്ത തന്നെ നോക്കി സെലക്ട് ചെയ്യണം. അങ്ങനെ അഷ്വറൻസ് തരുന്ന വളരെ കുറച്ച് ബ്രാൻഡ് ഐറ്റംസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ മോദിക്കെയറിൻ്റേത് 100% ദുറം വീറ്റ് പാസ്തയാണ്. പിന്നെ പാസ്ത ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുക, പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക, കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്യുക. നമ്മുടെ വീട്ടിലുള്ള ഏതും ആയിക്കോട്ടെ, വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്യുക. അതിലേക്ക് നിങ്ങൾക്ക് നോൺ വെജ് ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്യാം, ബീഫ് ആഡ് ചെയ്യാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ ചെറുതായിട്ടൊരു സോസ് ഉണ്ടാക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ എളുപ്പമാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അടുപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന പരിപാടിയേ ഉള്ളൂ. നമുക്ക് പാസ്ത പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഞാൻ ആദ്യമേ മോദിക്കെയറിൻ്റെ പെന്നെ പാസ്തേനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ പാസ്ത ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 100% ദുറം വീറ്റാണ്. പിന്നെ നമ്മുടെ പാസ്തയുടെ കുക്കിങ്ങിന് പറയുന്ന പേരാണ്, അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കിങ്ങിന് പറയുന്ന പേരാണ് അൽ ദെന്തെ എന്ന്. അതിപ്പോൾ മോദിക്കെയർ പാസ്തയുടെ അല്ല, എല്ലാ പാസ്തയുടെയും കുക്കിങ്ങിൻ്റെ ആ ഒരു പെർഫെക്ഷന് പറയുന്ന പേരാണ് അൽ ദെന്തെ. അതും ഓരോ പാസ്ത അതിപ്പോൾ നമുക്ക് പലതരത്തിലുള്ള പാസ്തയുണ്ട്. പെന്നെ പാസ്തയുണ്ട്, സ്പെഗറ്റി ഉണ്ട്, പല രീതിയിലുള്ള പാസ്തകളുണ്ട്, മാക്രോണി ഉണ്ട്. അപ്പം അത് ബ്രാൻഡ് അനുസരിച്ചും ഈ ഐറ്റം മാറുന്നതനുസരിച്ച് കുക്കിങ്ങിൻ്റെ ടൈം വേരി ചെയ്യും. അപ്പോൾ നമ്മുടെ മോദിക്കെയറിൻ്റെ പെന്നെ പാസ്തയുടെ പെർഫെക്റ്റ് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 7 മിനിറ്റ് to 9 മിനിറ്റ് വരെയാണ്. പിന്നെ എല്ലാ പാസ്തയുടെയും കുക്കിംഗ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആ പാക്കറ്റിൻ്റെ പുറകിൽ കൊടുത്തിരിക്കും. ഈവൻ മോദിക്കെയർ പാസ്തയുടെ പാക്കറ്റിൻ്റെ പുറകിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്നത് 100 ഗ്രാം പാസ്തയ്ക്ക് 1 ലിറ്റർ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കുക. വെള്ളം തിളച്ച് കഴിയുമ്പം അതിലേക്ക് കുറച്ച് ഉപ്പിടുക, പാസ്ത ഇടുക. അത് 7 to 9 മിനിറ്റ്, ഏകദേശം ഒരു 10 മിനിറ്റ് അടുത്ത് ബോയിലായി കഴിയുമ്പോഴത്തേക്ക് അത് കുക്കാവും. കുക്കായോ ഇല്ലെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം. അതിനുശേഷം അതൊരു അരിപ്പയിലേക്ക് ഒന്ന് ഡ്രെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സോസ് പ്രിപ്പയർ ചെയ്തിട്ട്, വൈറ്റ് സോസ് ആണെങ്കിൽ വൈറ്റ് സോസ്, റെഡ് ആണെങ്കിൽ റെഡ് സോസ് പ്രിപ്പയർ ചെയ്യുക. അതിലേക്ക് ഈ പാസ്തയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ ഈ പാസ്തയുടെ കുക്കിങ്. സോ ഇത് വളരെ എമ്മിയാണ്. ഇത് അഡൾട്ട്സിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും വളരെ നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ പെന്നെ പാസ്തയുടെ പാക്കറ്റ് തന്നെ ഒരു റെസിപ്പി തന്നിട്ടുണ്ട്. അത് റെഡ് സോസിൻ്റെ റെസിപ്പിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാണെങ്കിലും സിമ്പിളായിട്ട് കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പാസ്ത പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1/2 കിലോയാണ്. അതിൻ്റെ MRP വരുന്നത് 185 രൂപയാണ്. ഓക്കെ, ഇതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് 36 മാസമാണ്. അതായത് 3 വർഷം വരെ നമുക്ക് ഒരു പാക്കറ്റിന് എക്സ്പയറി ഉണ്ട്. സോ ഈ ദുറം വീറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധാരണ വീറ്റ്, അതായത് ഗോതമ്പിൻ്റെ കാട്ടിലും 2ാം സ്ഥാനത്താണ് ദുറം വീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഗോതമ്പിനെക്കാട്ടിലും 10 മടങ്ങ് പ്രോട്ടീൻ കണ്ടൻറ്റ് ഇതിൽ വളരെ കൂടുതലാണ്. അതുകൂടാതെ ഈ ദുറം വീറ്റിൻ്റെ അകത്ത് വൈറ്റമിൻ A, വൈറ്റമിൻ B, വൈറ്റമിൻ E ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ പ്രോട്ടീൻ, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ദുറം വീറ്റ്. സോ ഈ ദുറം വീറ്റിൽ ഉണ്ടാക്കിയേക്കുന്ന പാസ്ത വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാം. അതും 100% ദുറം വീറ്റ് എന്നുള്ള ആ ലേബിൾ നോക്കി തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യണം. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ പാസ്തേനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ ഇനി നമുക്ക് പാസ്ത ഇൻ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് എന്ത് പച്ചക്കറി, വീട്ടിൽ എന്ത് പച്ചക്കറി ഉണ്ടോ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് കളർഫുൾ ആയിട്ടുള്ള 3 ഇത് കുട്ടികളെ ഉദ്ദേശം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് പീൽ ചെയ്തിട്ട് കുഞ്ഞു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഞാൻ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, നമ്മുടെ ചോളം എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ഒരു പകുതി ക്യാപ്സിക്കം കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്ന പച്ചക്കറികൾ. ഇപ്പോൾ നിങ്ങൾക്കിപ്പം മഷ്റൂം ഉണ്ടെങ്കിൽ അതിടാം, പനീർ ഉണ്ടെങ്കിൽ അതിടാം, നോൺ വെജ് ഉണ്ടെങ്കിൽ അതിടാം, അങ്ങനെ എന്ത് സാധനം ഉണ്ടോ അതൊക്കെ ഇടാം. ഓക്കെ,
പിന്നെ അടുത്തത് നമുക്ക് വൈറ്റ് സോസിന് വേണ്ട സാധനങ്ങളാണ്. വൈറ്റ് സോസിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഗാർലിക്ക്, ഒരു 4-5 അല്ലി ഗാർലിക്ക്, കുറച്ച് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം 1.5 സ്പൂൺ ബട്ടർ എടുക്കുന്നെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുന്നെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മൈദ നമുക്ക് വേണം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത്. പിന്നെ നമുക്ക് ഇതൊരു ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് നമുക്ക് ഒറിഗാനയോ മിക്സ്ഡ് ഹെർബ്സോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി കൊടുക്കാം. അതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ബട്ടർ വേണം. ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇറ്റാലിയൻ ഡിഷിന് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് സൂട്ടാവത്തില്ല. നമുക്കിപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. നമ്മളിപ്പോൾ 2 കപ്പ് പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾസ് എടുത്ത് വെച്ചു, പിന്നെ സോസിന് വേണ്ട ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചു. ഇത് കൂടാതെ നമുക്ക് സോസിന് വേണ്ടി 1.5 കപ്പ് പാലും വേണം. ഓക്കെ, ആദ്യമേ നമുക്ക് നമ്മുടെ പാസ്ത ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഞാൻ ഏകദേശം 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. വെള്ളം നന്നായി തിളച്ച് വരുമ്പം നമുക്കതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ചിലർ പറയാറുണ്ട് പാസ്ത കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കണമെന്ന്. പക്ഷേ നമ്മുടെ മോഡിക്കാറിൻ്റെ പാസ്തയുടെ കാര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്, അതായത് കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 7 minutes to 9 minutes ആണ്. സോ നമുക്കൊരു 7 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കുക്കായോ നമുക്ക് നോക്കാം. അതിന് നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളൊരു പാസ്ത എടുക്കുക, എന്നിട്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു സ്പൂൺ കൊണ്ടോ വല്ലതും ജസ്റ്റ് അതിൻ്റെ നടുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഈസി ആയിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ പാസ്ത വെന്തെന്ന് നമുക്കറിയാം. ഇവിടെ എനിക്കിത് മുറിഞ്ഞ് വരുന്നുണ്ട്, പക്ഷെ അത്ര സ്മൂത്തായിട്ടല്ല വന്നത്. ഞാൻ ഇച്ചിരി ശക്തി കൊടുത്താണ് അത് മുറിച്ചെടുത്തത്. അപ്പോൾ കുറച്ചും കൂടെ അത് കുക്കാകാനുണ്ട്. ഒരു 1-2 മിനിറ്റ് കൂടെ വീണ്ടും അത് കടന്ന് തിളച്ചു. അപ്പം ഞാനിപ്പോൾ അത് മുറിച്ച് നോക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് അത് കട്ടായിട്ട് വന്നു. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മുടെ പാസ്ത പ്രോപ്പറായിട്ട് കുക്കായെന്ന്. പിന്നെ മറ്റൊരു കാര്യം, ഇത് 100% കുക്കാവേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് സോസിൽ വീണ്ടും കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 90% കുക്കായാൽ മതിയാവും. അപ്പോൾ ഇപ്പം പാസ്ത കുക്കായി ഞാനതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റുവാണ്. സോ ഇവിടെ ഇപ്പം എൻ്റെ പാസ്ത കറക്റ്റായിട്ടാണ് കുക്കായി വന്നേക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് കുറച്ച് ഓവർ കുക്കായി പോയെങ്കിൽ ഇത് സ്ട്രെയിനറിലേക്ക് മാറ്റുമ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് വീണ്ടും അത് കുക്കായി ഭയങ്കര സോഫ്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും വന്നെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. സോ ഇപ്പോൾ നമ്മുടെ പാസ്ത റെഡിയായി നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ബട്ടർ വേണമെങ്കിൽ ബട്ടർ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ റൈസ് ബ്രൈൻ ഓയിലോ അങ്ങനെ എന്ത് വേണേലും കൊടുക്കാം. സോ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നു. അതിലേക്ക് ഞാൻ കുഞ്ഞു ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ച് ക്യാരറ്റ് ആഡ് ചെയ്യുന്നു. ഈ ക്യാരറ്റൊന്നും അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന എല്ലാ വെജിറ്റബിൾസും റോ ആയിട്ട് തന്നെ കഴിക്കാവുന്ന വെജിറ്റബിൾസ് ആണ്. സോ ജസ്റ്റ് തീ കൂട്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇതിൻ്റെ കളർ മാറുമോ സോഫ്റ്റ് ആവുമോ ഒന്നും ചെയ്യേണ്ട. അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഞാൻ അതിലേക്ക് സ്വീറ്റ് കോൺ ആഡ് ചെയ്തു. ഇത് ഞാൻ ഒരു ഫുൾ സ്വീറ്റ് കോൺ എടുത്തിട്ടില്ല, ഞാൻ പകുതി സ്വീറ്റ് കോൺ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്തു. ക്യാപ്സിക്കത്തിന് ഒട്ടും കുക്കിങ് വേണ്ട, ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ തന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ പാസ്ത കുക്ക് ചെയ്തപ്പം അതിലും ഉപ്പിട്ടിട്ടുണ്ട്. സോ ഉപ്പ് കൂടി പോകാതെ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് ഉപ്പിട്ടു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇത് ഞാൻ പിള്ളേർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അധികം സ്പൈസസ് ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പം നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഇടാം. പക്ഷേ പാസ്തയ്ക്കൊന്നും അധികം എരിവിൻ്റെ ആവശ്യമില്ല. കുരുമുളക് പൊടിക്ക് ശേഷം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു.
പിന്നെ വെളുത്തുള്ളി ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 4-5 അല്ലി. ഞാൻ അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. വെളുത്തുള്ളി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ സ്റ്റേജിലിടാം, അല്ലെങ്കിൽ ബട്ടർ ഇടുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇടാം. പിന്നെ കുറച്ച് ഒറിഗാനോയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ നമുക്കൊരു 1 to 2 മിനിറ്റ്സ് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വെജിറ്റബിളിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് സോസ് ഉണ്ടാക്കാം. സോസ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആ വെജിറ്റബിൾസ് കുക്ക് ചെയ്ത സെയിം പാൻ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല. ഒന്നെങ്കിൽ അത് കഴുകിയിട്ടെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു പാൻ എടുക്കാം. കാരണം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബട്ടറും മൈദയും കൂടെ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അതും അതിൻ്റെ കളർ മാറി ബ്രൗൺ ആവുകയൊന്നും ചെയ്യരുത്. അത് ആ വൈറ്റ് കളറിൽ തന്നെ നിൽക്കണം. അപ്പം ഓൾറെഡി കുക്ക് ചെയ്ത പാൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കരിവൊക്കെ ഉണ്ടെങ്കിൽ ഈ മൈദയുടെയും ബട്ടറിൻ്റെയും കളർ പെട്ടെന്ന് മാറും. ഓക്കെ, അതുകൊണ്ട് നമുക്കൊരു ഫ്രഷ് പാൻ എടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മെൽറ്റായ ശേഷം നമുക്കതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് ബട്ടറിൻ്റെ സെയിം അളവാണ് മൈദ വേണ്ടത്, പക്ഷേ ഒറ്റയടിക്ക് ഫുൾ ഇടരുത്. കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്ക് കട്ടയൊന്നും കെട്ടാതെ ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ പ്രോസസ്സിന് നമുക്ക് ഒരു സ്പൂണിനെക്കാട്ടിലും വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. മൈദയും ബട്ടറും നല്ലപോലെ മിക്സായി വന്ന ശേഷം നമുക്കതിലേക്ക് 1.5 കപ്പ് പാലൊഴിക്കണം. വീണ്ടും മൈദയുടെ കാര്യം പറഞ്ഞ പോലെ പാൽ ഒറ്റയടിക്ക് കുത്തി ഒഴിക്കരുത്. കുറേശ്ശെ ആഡ് ചെയ്ത് ഈ ഒരു സോസുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ വീഡിയോയിൽ സ്പൂണിലാണ് പാല് കോരി ഒഴിക്കുന്നത്. ആക്ച്വലി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സ്പൂണിൽ കോരി ഒഴിച്ച് കാണിക്കുന്നത്. സോ ഞാനിപ്പോൾ ഇവിടെ വിസ്ക് ഉപയോഗിച്ചാണ് ഇളക്കുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ടാലറിയാം, ഇങ്ങനെ കട്ട പോലെ കടന്നത് പാലുമായിട്ട് മിക്സ് ചെയ്ത് സ്മൂത്തായിട്ട് ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഈ 1.5 ഗ്ലാസ് മിൽക്ക് ഒഴിക്കാൻ പോയാൽ എന്നെ പറ്റുന്ന വെച്ചാൽ ചിലപ്പോൾ അതിലുമാതിരി പിരിഞ്ഞ പോലെ ഇങ്ങനെ പാല് പിരിയുന്ന പോലെ കിടക്കും. അപ്പോൾ നമ്മുടെ സോസിൻ്റെ ആ ഒരു സുഖം അങ്ങ് പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ, കുറേശ്ശെ പാലൊഴിച്ച് സോസുമായിട്ട് ജോയിൻ ചെയ്യണം. വരുന്നുണ്ട്. സോ ഇതൊരു സോസിൻ്റെ ടെക്സ്ചറിലേക്ക് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബാക്കി പാല് മുഴുവൻ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്ലെയിം ഈ സമയത്ത് ഏറ്റവും കുറവായിരിക്കണം.
നല്ലപോലെ ഇളക്കി അതൊന്ന് തിളച്ച് തുടങ്ങുമ്പം നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാം. സോ ഞാൻ ആദ്യം കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്, പിന്നെ ഞാൻ മിക്സ്ഡ് ഹെർബ്സ് ഇടുന്നുണ്ട്. മിക്സ്ഡ് ഹെർബ്സോ ഒറിഗാനോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ആ ഒരു ഇറ്റാലിയൻ ഡിഷിൻ്റെ ഒത്തൻറ്റിക് ടേസ്റ്റ് തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി വെജിറ്റബിൾസിൽ ഉപ്പിട്ടിട്ടുണ്ട്, പാസ്തയിൽ ഉപ്പിട്ടിട്ടുണ്ട്. സോ ശ്രദ്ധിച്ച് മാത്രമേ ഉപ്പിടാവുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പം നമുക്കതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇവിടെ എല്ലാം ഫ്ലെയിം ഏറ്റവും ലോ ആയിരിക്കണം. ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മളതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച് പാസ്ത ആഡ് ചെയ്ത് നല്ല പോലെ ഇളക്കി കൊടുക്കണം. എല്ലാ പാസ്തയിലേക്കും സോസും വെജിറ്റബിൾസും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഒരു 1-2 മിനിറ്റ് സമയം എടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് ആക്കിയെടുക്കുന്ന ഡിഷാണ്. ഇത് കാണാനും നല്ല രസമാണ്, ഇത് കഴിക്കാനും നല്ല രസമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ആഴ്ചയിലൊന്നോ അല്ല 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ അവർക്കൊരു സ്പെഷ്യൽ ഫുഡായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ മടിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവർ പോലും അറിയാതെ അവർ ഈസി ആയിട്ട് വെജിറ്റബിൾസ് എല്ലാം കഴിച്ചോളും. Hi Modicare friends, like and share and subscribe ചെയ്ത് അത് പൺസപ്പിലെടുത്ത് ബെല്ലും അടിക്കണം. ഒക്കെ എല്ലാ ദിവസവും യൂട്യൂബ് നോക്കുന്ന മുമ്പ് തന്നെ മോഡിക്കർ പാസ്ത നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചോണ്ട് കാണാം. ബൈ ബൈ. ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പാസ്ത ട്രൈ ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.